ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്ന് പറയാൻ പോകുന്നത് ഛത്രപതി എന്ന 2005 ഇറങ്ങിയ സിനിമയുടെ ഒഫീഷ്യൽ ഹിന്ദി റീമേക്കായ ഛത്രപതിൻ്റെ ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത് 2023 മീൻസ് കഴിഞ്ഞ വർഷം. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ബെലംകൊണ്ട ശ്രീനിവാസ്, നുസ്രത്ത് ഭരൂച്ച, പേരാണ് ഫ്രെഡി ദരുവല്, ശരത് ഖേൽക്കർ എന്നിവരൊക്കെയാണ് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എന്നടാ പണി വെച്ചിരിക്ക മാതിരി ഒരു കാര്യം പറയാൻ പറഞ്ഞു. വി വി വിനായക് എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളുടെ പ്രീവിയസ് ലിസ്റ്റ് നോക്കിയപ്പോൾ കൈനിമ പറ്റി വന്നു കുറച്ചും നല്ല പടമായിരുന്നു കേട്ടോ. അത് അങ്ങനത്തെ ഒരു പടം ചെയ്യും അത്ര ആയിട്ടുള്ള. പിന്നെ സൈലൻ തേജിൻ്റെ ഇൻ്റലിജൻ്റ് സിനിമ, പിന്നെ അഖിലക്കിനയുടെ അഖിൽ ദ പവർ ഓഫ് ജുവ എന്നീ സിനിമകളാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പറയാൻ മറന്നു, ഒറിജിനൽ ഡയറക്റ്റ് ചെയ്തത് രാജമൗലി ആണ്. റീമേക്ക് ഡയറക്റ്റ് ചെയ്ത് വി വി വിനായക്. രണ്ടുപേരും തെക്കന്മാർ. ഐഡിയ പോയി പോയി കാണുന്നു. ഇതിന് പട്ടിക്കൊടുക്കുക കഷ്ടകാലം. ഏതാണ്ടാ ഈ സിനിമ പറയാൻ മറന്നു. ഈ പെൻ സ്റ്റുഡിയോസാണ് സിനിമ ഡയറക്റ്റ് ചെയ്യണം. ഇവരാണ് ഈ പടം ഡയറക്റ്റ് ചെയ്യണത്. ട്രിപ്പിൾ ആറൊക്കെ ഹിന്ദിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇവന്മാർ ഇങ്ങനത്തെ ഒരു അപരാധം ഡയറക്റ്റ് ചെയ്യുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്ത് പറഞ്ഞാലും പടം എത്രത്തോളം അപരാധമാക്കാൻ പറ്റുമോ അത്രത്തോളം അപരാധമാക്കി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി, ഇതിൻ്റെ ഒറിജിനലിൽ അഭിനയിച്ചത് പ്രഭാസ്, നായകനായിട്ട് അഭിനയിച്ച പ്രഭാസ്, നായികയായിട്ട് അഭിനയിച്ച ശ്രീയാസ്, വില്ലനായിട്ട് പ്രതാപ് സിംഗ് റാവത്ത് ഒക്കെയായിരുന്നു പ്രദീപ് സിംഗ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അഭിനയിച്ചിരുന്നത്. എന്നാൽ ഇതിൽ ബെലംകൊണ്ട ശ്രീനിവാസ് നായകൻ, നുസ്രത്ത് നായിക, ശരത് ഖേൽക്കർ, പിന്നെ ആരായിരുന്നു ഫ്രെഡി ദരുവാല ഒക്കെയാണ് വില്ലനായിട്ട് അഭിനയിച്ചത്. പിന്നെ ഈ പടത്തിൽ പറയാനൊന്നുമില്ല. ഫുൾ സ്പോയിലർ അലേർട്ടാണ്. സ്പോയിലർ അലേർട്ടാണ്. ഒരു പോസിറ്റീവ് പോലും ഇല്ലടേ. അമ്മാതിരി വീഴ്ത്തിക്കട്ട സാധനം. ഇതിനൊക്കെ ഹൈ പീക്ക് അപരാധം എന്ന് പറയാം. അഥവാ KGF 144p ഈ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അഥവാ KGF സ്പൂഫ് എന്ന് വേണമെങ്കിൽ പറയാം. 100%. ഈ പടത്തിൽ അഭിനയിച്ചവരെ ഓവർ ആക്ടിങ് ആണ്. എൻ്റെ ഇവിടെ മ്യൂസിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബീജി ഒരു പോസിറ്റീവായിട്ട് പറയാം. പക്ഷേ പാട്ട് 100% ഉറപ്പിച്ചാണ്. തനിഷ്കാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റണമെന്നില്ല. ഏക്കുവില്ലൻ റിട്ടേൺസ് അതിനൊക്കെ മ്യൂസിക് ചെയ്ത തനിഷ്കിന് ഇങ്ങനത്തെ ഒരു അപരാധ പടത്തിൽ മ്യൂസിക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തനിഷ്ക് എന്തോ ഇത് റീമേക്ക് അല്ല എന്നെന്തോ വിചാരിച്ചിട്ടെന്തോ കയറി വന്നാന്ന് തോന്നുന്നു. എൻ്റെ വേറെ ഈ സിനിമയുടെ പൂജയുടെ അന്ന് SS രാജമൗലിയാണ് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്തിന് എന്നോ പണ്ടാറടങ്ങണേ പറയാം. പിന്നെ ഛത്രപതിയുടെ ഒറിജിനൽ നിങ്ങൾക്കറിയാം, MM കീരവാണിയാണ് സിനിമയിൽ മ്യൂസിക് ചെയ്തിരുന്നത്. അതിൻ്റെ മ്യൂസിക്കിൻ്റെ അടുത്തെങ്കിലും എത്തിയെന്ന് ചോദിച്ചാൽ അതും എത്തിയിട്ടില്ല. കറക്റ്റ് പറഞ്ഞാൽ സ്പോയിലറാണ്. നുസ്രത്ത് എന്തൊക്കെയോ ഓവർ ആക്ടിങ്ങാണ്. പാട്ടിൽ അഭിനയിച്ച ഒരുത്താൻ പോലും മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടില്ല. എന്നടാ. പിന്നെ മറ്റേ ട്രാൻസ്ഫോർമേഷൻ സീനുണ്ട്. അവൻ മറ്റേ വില്ലൻ്റെ ഒരു 50 ആളുണ്ടാവും മറ്റേ ഫസ്റ്റ് ഹാഫിൽ. നമ്മുടെ ഛത്രപതിയിൽ അതാരും ചെയ്താൽ എനിക്ക് അറിയില്ല. ഇതിലും ആരും ചെയ്താൽ എനിക്കറിഞ്ഞൂടാ ആ റോള്.
അവനെ കൊല്ലാൻ പോണ സീനിൽ അവൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, എൻ്റെ പൊന്നു വെറുപ്പിച്ച് കളഞ്ഞു. ഏയ് മാസ് മസാല എന്ന് പറയണത് തെലുങ്കന്മാരുടെ സൈഡാണ് ശരിക്കും. മാസ് മസാല തെലുങ്കന്മാർ ചെയ്യുന്ന നല്ല ഇതിൽ വരാറുണ്ട്. ചില പടങ്ങൾ അത് ഫ്ലോപ്പ് ആവും ബിക്കോസ് ഓഫ് സ്റ്റോറി. ചില സ്റ്റോറി ആയിരിക്കും, സ്ക്രീൻ പ്ലേ ആയിരിക്കും, സ്റ്റൺസൊക്കെ നൈസായിരിക്കും. പക്ഷേ ഇത് സ്റ്റാൻഡ് ചെയ്ത് അവനെ കിട്ടുക സത്യമാണ്. അച്ചാലും കുടിച്ചാലും പട്ടി അടിച്ച് കയറും. അങ്ങനത്തെ പട്ടികളൊക്കെ ഒരു സിനിമ കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്താ പൊന്നു. പട്ടി ഡയറക്ടറിനെ കടിക്കാൻ പോകല്ലടേ, പിന്നെ വിവിനെ കടിക്കാൻ പോകല്ലടേ. എന്താടാ പണി വെച്ചിരിക്കുക. പ്രഭാസ് അണ്ണ നിങ്ങൾ ഈ സിനിമ കാണരുത്, ഇല്ലെങ്കിൽ പ്രഭാസ് അണ്ണന് വെലംകൊണ്ട ശ്രീനിവാസന് തല്ലാൻ തോന്നും. പിന്നെ ഒരു കാര്യം കൂടി, വെലംകൊണ്ട ശ്രീനിവാസൻ്റെ ഫസ്റ്റ് ഹിന്ദി പടം എന്തിനൊന്നും നിങ്ങളുടെ ആരാണ് വന്ന് ഹിന്ദിയിലോട്ട് വരാൻ പറഞ്ഞത്? നിങ്ങൾക്ക് അവിടെ തെലുങ്ക് സിനിമ ചെയ്ത് വന്ന് നല്ലതായിട്ട് ചെയ്താൽ പോരെ എന്ന് മാത്രമേ എങ്ങനെയോട് പറയാനുള്ളൂ. ശരത് എന്ന് പറയുന്ന ഒരു വില്ലൻ ഉണ്ടെന്നൊന്ന് ഞാൻ അറിയണത് ഹൈലാൻഡ് തിയേറ്ററിൽ കണ്ടപ്പോഴാണ്. അത് നല്ല പടമായിരുന്നു. അതിൽ വില്ലൻ മൊക്കയായിരുന്നെങ്കിലും പടം നല്ലതായിരുന്നു. ആ ഒരു വില്ലൻ മാത്രം. മനീഷ കൽപ്പൽക്കർ ഓക്കെ പവർഫുൾ വില്ലത്തിയാണ്, മറ്റേത് പവർഫുൾ അല്ല. ഒരു പവർഫുൾ എന്ന് പറഞ്ഞിട്ട് ഗഡൂര വില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ അവിയൽ സാമ്പാറാക്കി കളഞ്ഞ പോലെയാണ് തോന്നിയത്. പക്ഷേ ഇതിലങ്ങനെ തന്നെയാടേ, അത് വേറെ കാര്യം. എന്തായാലും ഞാനിപ്പോൾ മൂവാറ്റുപുഴയാണ്. എന്താ ചേട്ടാ കച്ചാപ്പയുടെ വേണം എൻ്റെ കസിൻ പറഞ്ഞാണെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് നാളെയാണ്, അപ്പോൾ എൻ്റെ കാര്യമാണ്. അപ്പോൾ ഞാൻ വീട്ടിലില്ല. അപ്പോൾ ഈ പടം ഞാൻ ഇവിടെ വന്നിട്ട് ഇരുന്ന് കാണാൻ വിചാരിച്ചിരുന്ന് കണ്ടാണ്. എനിക്ക് സത്യമാണ് ഹൈപ്പീക്ക് അപരാധം. അതെ 2023 റീമേക്കുകളൊക്കെ ഏതൊക്കെയാണ് വന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഞാൻ പറയണത് കിസിക്ക ജയ് അത് പിന്നെയും കുറച്ചെങ്കിലും നല്ലതായിരുന്നടേ, കുറച്ചെങ്കിലും ഒരു അബവ് ആവറേജ് സാധനമായിരുന്നു എനിക്കങ്ങനെ തോന്നിയത്. പിന്നെ ബോലശങ്കർ ശോകം, തികച്ചും ശോകം. ഇത് ഈ വർഷം ഇറങ്ങിയതാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത്. കാരണം ഈ വർഷം OTT ഇറക്കിയിരിക്കണം. ഈ വർഷമാണ് OTT ഇറങ്ങുന്നത്. ആമസോൺ വാങ്ങിക്കാൻ തരുന്നത് ഇത്ര നാൾ OTT ഇറക്കാൻ തരുന്നത് എന്തോ കാര്യം. കാരണം ഈ വർഷം എന്തിനാണ് ഈ സിനിമ ഇറങ്ങണമെങ്കിൽ ഫസ്റ്റ് ഡേ കാണാമാരുടെ അവസ്ഥ ഒന്ന് ഓർക്കണം നിങ്ങൾ. പെൻ സ്റ്റുഡിയോസ് ഇനി നിങ്ങൾ എത്ര നല്ല പടങ്ങൾ ചെയ്യണം, മീൻസ് ഒരു നല്ലൊരു പടം കിട്ടിയാൽ അത് നല്ലോണം ഹിന്ദി ഡബ് ചെയ്ത് നല്ലോണം ചെയ്യണം എന്ന്. പെൻ സ്റ്റുഡിയോസിന് ഇതൊരു വിഷമിപ്പിക്കുന്ന കാര്യം എന്ന് പറയാം. എന്നാലും എൻ്റെ റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ ഈ പടം കണ്ടത് നമ്മുടെ പെവർ ട്രോൾസ് അണ്ണൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു പടം ഇറങ്ങിയത് എന്ന് അറിഞ്ഞത്. അപ്പോൾ ഈ സിനിമയുടെ ട്രെയിലർ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇത് മറ്റേതല്ലേ ഛത്രപതിയല്ലേ, പ്രഭാസിൻ്റെ ഛത്രപതിയല്ലേ എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് അപ്പോഴാണ് മനസ്സിലായത്. അയ്യോ ഇപ്പം ഞാനിത് എന്ത് ഓളത്തരം ആണെന്നൊന്ന് വാക്കിയാക്കാന്ന് വിചാരിച്ചപ്പോൾ ഇപ്പം ബീജിങ്ങിന് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു കണ്ടത്. ബീജം കൊള്ളായിരുന്നു, ബാക്കിയെല്ലാം സ്പോയിലറായിട്ടാണ്. ഈ പടം തികച്ചും സ്പോയിലറായിട്ടാണ്. പോസിറ്റീവായിട്ട് പറയാനുള്ള ബീജം മാത്രമാണ് ഇരുന്ന് പിന്നെയും കഴിക്കാം. മറ്റേ വെലംകൊണ്ട ശ്രീനിവാസൻ്റെ ഇൻട്രോയിലുള്ള ബീജം കൊള്ളാം, അല്ലാതെ വേറെ ബീജങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാവരും ഈ പടം ഇരുന്ന് കാണുന്നവർക്ക് നൈറ്റ് ടൈം സെറ്റിൽമെൻറ്റാ, ഇല്ലെങ്കിൽ പടം കാണാൻ തരുന്ന നിങ്ങൾക്ക് ലൈഫ് സൈഡ് സെറ്റിൽമെൻറ്റാ, ഇല്ലെങ്കിൽ ലൈഫ് ഏർക്കാത്തട. അങ്ങനത്തെ ഒരു പൂറപ്പടം എൻ്റെ അപ്പനെ പൂറത്തെറി പിടിക്കാനുണ്ട്. വെലംകൊണ്ട ശ്രീനിവാസ് നിങ്ങൾ ഇങ്ങനത്തെ മാതിരി പടം ചെയ്യരുത്. നിങ്ങൾക്ക് ഹിന്ദിയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഷാറുഖ് ഖാനത്തെ വല്ല സ്റ്റോറി ഉണ്ടെങ്കിൽ അങ്ങേറ്റ ഉടപ്പോ, ഇല്ലെങ്കിൽ ഒരു കാര്യം നമ്മുടെ സല്ലൂബായി നമ്മുടെ സിക്കന്ദറിൻ്റെ ഷൂട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് അണ്ണാ ചാൻസ് തരിക എന്ന് പറഞ്ഞിട്ട് അല്ലുവില്ലെന്നുണ്ടെങ്കിലും അഭിനയിക്കും. അല്ലുവിനെയും ആ കാര്യം നാളെ നടത്താൻ വേണ്ടിയിട്ട് പട്ടി പരിപാടി അത് ഞാൻ പറയില്ല. ഇത് കട്ടത്തെറിയായിരിക്കും ട്രെയിലർ റിവ്യൂവിൽ. സോറി ടു സേ ദിസ്. ഞാൻ ബലം കൊണ്ടടാ ജയജാനകി നായക അതിലോട്ടും വൃത്തിവിട്ടോളാം എന്ന് എനിക്കറിയാം.
പക്ഷേ ആ ജയജാനകി നായിക കിങ്ങറിൻ്റെ കണ്ടിരിക്കുന്നത് രാക്ഷസൻ്റെ റിമേക്ക് അത് നല്ല പടമായിരുന്നു. അതേപോലത്തെ ഒരു പടമാണെന്ന് വിചാരിച്ചിട്ടൊന്ന് കണ്ടാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ പടം KGF ആണ്. KGF 144P KGF സ്പൂഫ് യൂണിവേഴ്സ്. എന്ത് KGF സ്പൂഫ് യൂണിവേഴ്സ് ഇതിൽ വന്നതാണ്. അല്ല ഏതൊക്കെ പടങ്ങളെന്ന് ചോദിച്ചാൽ കപ്സ, ജപ്പാൻ, പിന്നെ ഈഗിൾ പിന്നെയും കൊള്ളായിരുന്നു. കുറച്ച് ഒരു ആവറേജ് സാധനം എന്നാൽ കൊള്ളായിരുന്നു. പിന്നെ ഏതായിരുന്നു ചെങ്കിസ അങ്ങനത്തെ ഒരു ഹിന്ദി പടമുണ്ട്, ബംഗാളി പടമുണ്ട്. അതിൻ്റെ ആ യൂണിവേഴ്സിൽ ഈ പടവും കൂടി ചേർക്കുകയാണ്. അത് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയ കേട്ടോ. കാരണം KGF സ്പൂഫൊന്നും അടിക്കാത്ത ഒരു തരും. പിന്നെ VV അണ്ണ ഞാൻ പറഞ്ഞു VV അണ്ണനോട് പറയാനുള്ളത്, നിങ്ങൾ കൈതി നമ്പർ 150 നല്ല റീമേക്കാണ്. നല്ല റീമേക്കായിരുന്നു. കാരണം കത്തിയിൽ വേണ്ട ചില സ്പോയിലർ സീൻസ് എടുത്ത് മാറ്റിയിട്ട് നിങ്ങൾ നല്ലൊരു സീൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ക്ലൈമാക്സിൽ മറ്റേ കത്തി എന്നുള്ള ഒരു ക്യാരക്ടർ ഒറ്റയ്ക്കാണ് ഇവനെ കൊല്ലുന്നതെന്ന് കാണുമ്പോൾ എനിക്കൊരു സ്പോയിലർ വന്നിരുന്നു. ഇതിനെ പക്ഷെ അത് ആ സ്പോയിലർ ഇതിൽ മറ്റേ റീമേക്കിൽ എനിക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് സന്തോഷമുണ്ട്, രണ്ടുപേരും കൂടി ഒരുമിച്ച് കൊല്ലുമ്പോൾ. കാരണം മറ്റവനാണല്ലോ ഇത് റിവെഞ്ച് എടുക്കേണ്ടത്. മറ്റവനാണ് ഇടാൻ കാരണം അവനാണ്. അപ്പം അവൻ ഞാൻ ഇവിടുത്ത് വെട്ടണമെങ്കിൽ രണ്ടും കൂടി വെട്ടാം. എൻ്റെ പൊന്ന് VV അണ്ണ, ഇനി നിങ്ങൾ സോറി ടു സേ ദിസ് VV അണ്ണ, ട്രിപ്പിൾ വി സോറി ടു സേ ദിസ്, പെൻ സ്റ്റുഡിയോ സോറി ടു സേ ദിസ്. നുഷറത്ത് നേരത്തെ ഒരു ഊളപ്പടം ഈ വർഷം തന്നെ വേറൊരു ഊളപ്പടം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സോറി പറയണില്ല, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം. അപ്പോൾ ടാറ്റ ബൈ ബൈ ഡെൽറ്റ വസ്കസ്.